ഹെൽത്ത് ഇല്ലാത്തൊരു മനുഷ്യനുകൊണ്ട് ഒരു കാര്യമില്ല അല്ലേ? മൂന്നാമത്തെ കാര്യം, മനുഷ്യന് പരസ്പര ബന്ധങ്ങളില്ലെങ്കിലോ റിലേഷൻഷിപ്പില്ലെങ്കിലും പിന്നെ അവൻ എന്തിനാ? അപ്പം അവിടെ എത്തുമ്പോൾ ഞാൻ മനസ്സിലാക്കും, ഞാൻ ഇന്ന് കഴിവുള്ള ഒരാളാണ്, ഇന്ന് കുറവുകളുള്ള ഒരാളാണ് അല്ലേ? അപ്പം എനിക്ക് മനസ്സിലായോ, ഇനി ഞാൻ ആരായിത്തീരണം? മക്കൾക്ക് സ്വത്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന അച്ഛനും അമ്മയോട് ഒറ്റ കാര്യം പറയാനുള്ളത്, ഒറ്റ കാര്യം പറഞ്ഞു, അവർക്ക് സ്വത്ത് ഉണ്ടാക്കാൻ കഷ്ടപ്പെട്ടോളൂ, നിങ്ങളെപ്പോഴാണ് ജീവിക്കുക? എൻ്റെ സമാധാനം, എൻ്റെ വൈഫ് ഹാപ്പി ആയാൽ മാത്രമാണ്, എൻ്റെ മക്കൾ സെറ്റിലായാൽ മാത്രമാണ്. ഇതാണ് അവൻ്റെ സങ്കടത്തിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അറിവില്ലായ്മയാണ് ദുഃഖത്തിൻ്റെ കാരണം. ജീവിതം എന്നത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പ്രക്രിയയാണ്. ഒരാളും ജനിക്കുമ്പോൾ പൂർണ്ണമായി ജനിക്കുന്നില്ല. എന്ത് സംഭവമാണെങ്കിലും ഒരു നെഗറ്റീവ് സൈഡിൽ എല്ലാവരും ചിന്തിക്കുന്നത് മുമ്പുണ്ടായ എക്സ്പീരിയൻസ് ആണ്. അഥവാ ഞാനത് ആഗ്രഹിച്ചിട്ട് എനിക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്ക് വിഷമമുണ്ടാകും. അതുകൊണ്ട് ഞാൻ പ്രിപ്പയർഡ് ആയിരിക്കാം, എനിക്കിത് കിട്ടില്ലായിരിക്കും എന്നുള്ളൊരു പ്രിപ്പയർ ആയിരിക്കുന്ന ഒരു സംഭവം. അതെങ്ങനെയാണ് മനസ്സിൽ നിന്ന് കളയാൻ സാധിക്കുക? അവിടെയാണ് ഞങ്ങളുടെ പ്രാക്ടീസ് ഉള്ളത്. നമ്മുടെ മുഴുവൻ പ്രാക്ടീസും മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാൻ. ഞാൻ എൻ്റെ പറഞ്ഞില്ല, ഹാപ്പിനെസ് ലൈഫ് കോച്ച് എന്ന് പറഞ്ഞാൽ വെറും ഒരു ഹാപ്പിനെസ് കൊടുക്കുന്നില്ല. ഞങ്ങൾ 5 pillars ലൈഫിനെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ ഒരു ജീവിതത്തിൽ 5 കാര്യങ്ങൾ ബാലൻസ് ചെയ്യണം. ജനിച്ചു വരുമ്പോൾ 5 കാര്യങ്ങൾ ഒരാൾക്കില്ല, അതൊക്കെ വളർന്നു വരുമ്പോഴാണ്. ഒന്നാമത്തെ കാര്യം വെൽത്ത് ഇറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. വെൽത്ത് ഇല്ലാത്ത ഒരു മനുഷ്യന് ലൈഫില്ല. നമ്മൾ ഏത് ലൈഫ് മനുഷ്യൻ എടുത്തില്ല. സെക്കൻഡ് ഹെൽത്ത് ഇല്ലാത്തൊരു മനുഷ്യനുകൊണ്ട് ഒരു കാര്യമില്ല അല്ലേ? മൂന്നാമത്തെ കാര്യം, മനുഷ്യന് പരസ്പര ബന്ധങ്ങളില്ലെങ്കിലോ റിലേഷൻഷിപ്പില്ലെങ്കിലും പിന്നെ അവൻ എന്തിനാ? 3 കാര്യം. നാലാമത്തെ കാര്യം, ഇതൊക്കെയുണ്ട്, ഒരു എൻജോയ്മെൻറ്റും ഇല്ല, എൻ്റർടൈൻമെൻറ്റും ഇല്ല, പോയില്ലേ ജീവിതം അല്ലേ? ഇനി ഇതെല്ലാം ഉണ്ട്, പക്ഷെ എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് സമയം ചിലവഴിക്കാനില്ല. എനിക്കറിയില്ല, എൻ്റെ ബലഹീനത എനിക്കറിയില്ല, എൻ്റെ കഴിവ് എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ അബൌട്ട് മീ. ഇതാണ് സ്പിരിച്വാലിറ്റി, ആത്മാന്വേഷണം അല്ലെങ്കിൽ ആത്മീയത എന്ന് പറയുന്നത്. എനിക്ക് എന്നെ അറിയണം അല്ലേ? എന്നാൽ മാത്രമേ എനിക്ക് അറിയൂ. ഇത് 5 ബാലൻസ് ചെയ്താൽ മാത്രമേ ലൈഫ് മുമ്പോട്ട് പോകുള്ളൂ. അപ്പോൾ നമ്മൾ ഈ യാത്രയിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 5 കാര്യങ്ങൾ ബാലൻസ് ചെയ്യാൻ പഠിക്കണം. വെൽത്ത് ഒരിക്കലും എവിടെ നിന്നും വരില്ല, ക്രിയേറ്റ് ചെയ്യണം അല്ലേ? ഹെൽത്ത് ഒരിക്കലും എവിടെ നിന്നും വരില്ല, നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഭക്ഷണം കഴിച്ചത് മാത്രം ഹെൽത്തായി കരുതുന്നുണ്ട്, ഓക്കെ ഇരിക്കട്ടെ, കരുതാം. പക്ഷേ അതിനപ്പുറം ഉണ്ടെന്ന് കരുതാം ഇല്ലേ? ഇനി ബന്ധങ്ങൾ, വീട്ടിലിരുന്ന് അടഞ്ഞുകൂട്ടിയിരുന്ന ബന്ധങ്ങൾ ഉണ്ടാവുമോ? ഇറ്റ്സ് ആൾസോ ക്രിയേറ്റഡ് അല്ലേ? മറ്റ് എൻ്റർടൈൻമെൻറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക തന്നെ വേണം അല്ലേ? ഇതെല്ലാം നമ്മൾ ഓണായിട്ട് ഉണ്ടാക്കണം. അപ്പം ജീവിതം എന്നത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പ്രക്രിയയാണ്. ഒരാളും ജനിക്കുമ്പോൾ പൂർണ്ണമായി ജനിക്കുന്നില്ല, അവനൊന്നുമല്ല, എല്ലാം ക്രിയേറ്റഡ് ആണ്. ഇവനൊരു വാക്ക് പറ, അമ്മ എന്ന വാക്ക് അവധി ഉച്ചരിക്കുന്നത് അവൻ പഠിച്ചതാ അല്ലേ? അപ്പം ഞാൻ എന്തെങ്കിലും ആണ്, ഞാൻ പഠിച്ചതല്ലേ ഇപ്പോൾ. തീർച്ചയായിട്ടും എനിക്ക് എന്തെങ്കിലും ആവണമെങ്കിലോ ഞാൻ ആ പഠനം മാറ്റിയാൽ പോരെ? സിമ്പിൾ അല്ലേ? അതെ, വളരെ സിമ്പിളായ കോൺസെപ്റ്റാണ്. അതെ. അപ്പോൾ ഈ ചെറുതിലെ മുതൽ ഈ പോസിറ്റീവായിട്ടിരിക്കുക, ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് മാത്രം കാണുക എന്നുള്ളൊരു ആസ്പെക്റ്റിലാണോ വന്നത്? അതല്ലെങ്കിൽ പെട്ടെന്ന് ലൈഫിൽ ഒരു സംഭവം ഉണ്ടായിട്ട് ഒരു ട്വിസ്റ്റ് ഉണ്ടായി ഇതിലേക്ക് തിരിഞ്ഞതാണോ? രണ്ടാമത് പറഞ്ഞതാണ് ശരി. കാരണം ഞാനൊരു വലിയ സെറ്റ് ബാക്കിൽ നിന്നും സ്വയം മാറ്റിയെടുത്ത്, ഇനി ഞാൻ ഇതുപോലെ വായനകളിലൂടെയും നിരന്തരമായ പഠനങ്ങളിലൂടെയും മാറ്റിയെടുത്ത, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞതിനേക്കാളും നല്ലത് സെൽഫ് എക്സ്പീരിയൻസ് ചെയ്ത് മാറ്റിയതാണ്. ഞാനിപ്പോൾ പഠിപ്പിച്ചു കൊടുക്കുന്ന സകല തത്വങ്ങളും, സ്പിരിച്വാലിറ്റി മുതൽ ബാക്കിയുള്ള സകല തത്വങ്ങൾ സെൽഫ് എക്സ്പീരിയൻസ്ഡാണ്. നമ്മളൊരു സംഭവത്തെ കാണും, എന്നിട്ട് അതിനെ അപ്ലൈ ചെയ്യും ലൈഫിൽ, എന്നിട്ട് മാറ്റമുണ്ടാക്കിയിട്ട് നമ്മൾ ആൾക്കാർക്ക് പറഞ്ഞു ഇങ്ങനെ ചെയ്താൽ മാറ്റമുണ്ടാകും. എന്നിട്ട് അതുമാത്രമല്ല, എന്നിട്ട് കുറച്ചും കൂടി എക്സ്പെരിമെൻ്റ് എടുക്കും. മറ്റുള്ളവർ ഈ പഠനം അതാണല്ലോ, നോളജ്, അക്വയറിങ് നോളജ് എന്ന് വെച്ചാൽ മറ്റുള്ള ഞാൻ ഒരു പുസ്തകങ്ങളോ ഒരുപാട് ആൾക്കാരുടെ റിസർച്ചുകൾ നോക്കും, ഒക്കെ നോക്കി കഴിഞ്ഞിട്ട് അതിൽ നിന്ന് നമ്മൾ അപ്ലൈ ചെയ്തതും ഇതുമായിട്ട് ബാലൻസ് ആവുന്നത്. ഫോർ എക്സാമ്പിൾ ഏറ്റവും ഈസിയസ്റ്റ് സ്പിരിച്വാലിറ്റി, ഏറ്റവും കൂടുതൽ ഡീപ്പസ്റ്റ് നമുക്ക് ചെയ്യേണ്ടതാണ് സ്പിരിച്വാലിറ്റി. ഞാൻ പോയിട്ട് ഹിമാലയത്തെ തപസ്സനുഷ്ഠിച്ചിട്ടില്ല, അല്ല അതിൻ്റെ സിറ്റുവേഷൻസ് എനിക്കില്ലാത്തതുകൊണ്ടായിരിക്കാം ഞാൻ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് ഇതാക്കി പറഞ്ഞില്ല, പോയിട്ടില്ല. പക്ഷേ ഹിമാലയത്തിൽ തപസ് അനുഷ്ഠിക്കുന്നതിൻ്റെ യഥാർത്ഥ അനുഭവം നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ഒരാൾ ഞാൻ എത്രയോ ആൾറെഡി ബിസിനസ് ചെയ്യുന്നുണ്ട്.
UAE ബിസിനസ്സുണ്ട്, ഇന്ത്യയിലുണ്ട്, ഇപ്പോൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ 6 മണിക്കൂറൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുമോ? ബോറടി ഇല്ലാതെ ഒറ്റ സ്ട്രെച്ചിൽ 6 മണിക്കൂർ. ഇതൊക്കെയാണ് ഋഷീശ്വരന്മാർ ചെയ്യുന്ന പരിപാടി, ചെയ്യുന്ന തത്വം. ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക്, ഞാൻ രാവിലെ 3:30 മണിക്ക് എഴുന്നേറ്റിരുന്ന് കഴിഞ്ഞാൽ രാവിലെ 7 മണിയാവും രാവിലെ ചായ കുടിക്കുമ്പോഴും. അതുവരെയുള്ള സമയം ഞാൻ ഇതിനു വേണ്ടി മാറ്റി വെക്കുന്നതാണ്. പിന്നെ ഈ 3:30 മണിക്ക് ക്ലാസ്, ഇപ്പോൾ ക്ലാസ് തുടങ്ങിയ 3:30 മണിക്ക് ക്ലാസ് തുടങ്ങിയ രാത്രി 10:30 മണി വരെ ഞാൻ ഫുള്ളി എൻഗേജ്ഡാണ്. 10 മണിക്ക് കഴിഞ്ഞാൽ 10:30 മണിക്ക് ഞാൻ കിടന്നുറങ്ങാൻ പോകും. അതിൻ്റെ ഇടയിൽ ഭക്ഷണമൊക്കെ, ലഘുഭക്ഷണവും കാര്യങ്ങളൊക്കെ, ഓഫീസ് വർക്കും എല്ലാം ചെയ്യുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ ഞാൻ മുഴുവൻ ബാക്കിയുള്ള സമയം, എംപ്റ്റി കിട്ടുന്ന സമയത്തെല്ലാം ഞാൻ എന്നിലേക്കായിരിക്കും ഫോക്കസ്. ഐ എം ലുക്കിംഗ്. ഞാനല്ല ഇത് ഇതൊക്കെ ഇതാണ് തത്വം. നമ്മൾ അകത്തോട്ട് ശ്രദ്ധിക്കുക, നമ്മുടെ തോട്ട്സിന് ശ്രദ്ധിക്കുക, അനാവശ്യ കാര്യങ്ങളിലേക്ക് ഇടപെടാതിരിക്കുക, അനാവശ്യ തോട്ട്സിലേക്ക് പോകാതിരിക്കുക. അപ്പോൾ തന്നെ നമ്മൾ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാകുമ്പോൾ നമുക്ക് പീസ് ഓഫ് മൈൻഡ് കിട്ടും. ഇവിടെ എൻ്റെ പുസ്തകത്തിൽ ആദ്യത്തെ പുസ്തകമാണ് മനസ്സൊരു വിസ്മയം. ഫുൾ മൈൻഡിനെ പറ്റിയിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ്, ഞങ്ങൾ ഒരു ടീം ഓഫ് ആൾക്കാരുടെ അതിനെ പറ്റിയിട്ട് ഞാനതിനെ കൃത്യമായി എഴുതി തയ്യാറാക്കിയ പുസ്തകമാണ്. റിയൽ ആയിട്ടുള്ള ഒരു ഫണ്ടമെൻ്റലായിട്ട് സൈക്കോളജിക്കൽ അപ്രോച്ചാണ്. അതാണ് എൻ്റെ ഹാപ്പിനെസ്സിൻ്റെ ബേസ്. പക്ഷെ ഞാൻ അന്ന് സൈക്കോളജി പഠിച്ചോളാമൊന്നുമല്ല, പക്ഷെ എക്സ്പീരിയൻസ് ബിക്കം എൻ സൈക്കോളജി. അവിടുന്ന് ശേഷമാണ് പിന്നെ സൈക്കോളജിയൊക്കെ പഠിച്ച് ഇതാക്കിയത് ബുക്കിന് ശേഷം. പക്ഷെ അതിൽ ലാസ്റ്റ് പറയുന്ന കാര്യമുണ്ട്, ജ്ഞാനോദയം എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ 6ാമത്തെ പടിയാണ് ജ്ഞാനോദയം എന്ന് പറയുന്നത്. അതായത് 1, 2, ആദ്യത്തെ നമ്മളിപ്പോൾ സാറ് വയ്ക്കും. മനുഷ്യൻ എപ്പോഴും സങ്കടമാണ് ആദ്യം. എല്ലാ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ആവശ്യം എന്താണ്? ഓരോ മനുഷ്യജന്മവും കൊതിക്കുന്നത് മോക്ഷപ്രാപ്തി എന്ന് പറയുന്ന സമാധാനത്തിലേക്കാണ്. മോക്ഷപ്രാപ്തി ഒന്നും അങ്ങ് പോവുകയല്ല ഉദ്ദേശിക്കുന്നത്, സ്വസ്ഥം, സമാധാനം, സംതൃപ്തി. ഇതാണ് മനുഷ്യൻ്റെ ഫണ്ടമെൻ്റലായിട്ട്. എല്ലാ മനുഷ്യനും സെയിമാണ്, ഒരു വ്യത്യാസവും ഇല്ല. മൃഗങ്ങളെപ്പറ്റി നമ്മളിപ്പോൾ സംസാരിക്കുന്നില്ല, അതുകൊണ്ട് മനുഷ്യന് ഇത് മാത്രമാണ്. പക്ഷേ എൻ്റെ സമാധാനം, എൻ്റെ വൈഫ് ഹാപ്പി ആയാൽ മാത്രമാണ്, എൻ്റെ മക്കൾ സെറ്റിലായാൽ മാത്രമാണ്. ഇതാണ് അവൻ്റെ സങ്കടത്തിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അറിവില്ലായ്മയാണ് ദുഃഖത്തിൻ്റെ കാരണം. എൻ്റെ സമാധാനം എൻ്റെ മക്കളുടെ അല്ലെങ്കിൽ മക്കളുടെ സ്വസ്ഥതയാണെന്ന് പറഞ്ഞാൽ തെറ്റല്ല പറഞ്ഞത്. അത് പോസിബിൾ ആണോ? അല്ല. കാരണം എൻ്റെ മൈൻഡ് എൻ്റെ കൺട്രോളിലല്ല. അപ്പോൾ അവരുടെ മൈൻഡ് അവരുടെ കൺട്രോളിലല്ലേ, വ്യത്യസ്തം വരുമല്ലോ. അപ്പോൾ അവർ സ്വസ്ഥയായാലും ഞാൻ സ്വസ്ഥയാവില്ല എന്ന് പറയുമ്പോൾ അവിടെ പോയില്ലേ. അവിടെയാണ് എനിക്ക് തോന്നുന്നു ഈ പേരൻസിൻ്റെ എല്ലാം സമാധാനക്കേട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ എൻ്റെ ക്ലാസ്സിൽ വരുന്ന 90% പാരൻസാണ്. പാരൻസ് വെച്ചാൽ എബോവ് 40 ആണ്. ഞാനിപ്പോൾ കൂടുതൽ വീട്ടമ്മമാരാണ് ഏറ്റവും കൂടുതൽ. വീട്ടമ്മമാർ പറഞ്ഞു വരുന്നത് ഏറ്റവും കൂടുതൽ പറയാറുന്നത്, എൻ്റെ മകൻ രക്ഷപ്പെട്ടില്ല, എൻ്റെ മകൻ ഒന്നുമായില്ല, എൻ്റെ മകള് കല്യാണം കഴിക്കുമ്പോൾ ഞാൻ 150 പവൻ മാത്രമേ കൊടുത്തുള്ളൂ. ബാക്കി ഇന്ന് പറഞ്ഞൊരു കാര്യമാണ്, സാറേ ഭയങ്കര സങ്കടത്തിലാണ്, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണം ഇന്നലെ ഒരു അമ്മ പറഞ്ഞാണ്. അപ്പോൾ അമ്മയ്ക്ക് ഒരു മോളും ഒരു മോനും ഉള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് സംഭവം, എന്താണ് സാറേ, എനിക്ക് അവരുടെ മുഖം നോക്കാൻ പറ്റില്ല, മാനം നമ്മുടെ എന്ത് പോവും, പ്രസ്റ്റീജ് ഇഷ്യൂ ഒക്കെയാണ്. ചോദിച്ചു, എന്താ വിഷയം സാറേ? അത് ഞാൻ കല്യാണം കഴിയുന്ന സമയത്ത് 120 പവൻ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ എനിക്ക് 80 പവനേ കൊടുക്കാൻ പറ്റുള്ളൂ. ഭർത്താവ് മരിച്ചുപോയ അമ്മയാണ് ഈ പറയുന്ന കഥ. അപ്പോൾ സാറേ, ഞാൻ എനിക്കൊരു ഒപ്പീനിയൻ ചോദിച്ചോട്ടെ, എനിക്കൊരു സ്ഥലമുണ്ട്, അത് വിറ്റിട്ട് ഞാൻ 20 പവൻ 40 പവൻ കൂടി കൊടുക്കണമല്ലോ, 40 പവൻ കൂടി കൊടുക്കട്ടെ സ്ഥലം വിറ്റിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ശരി ഓക്കെ, പ്രസ്റ്റീജിന്. പക്ഷേ ഞാൻ ചോദിച്ചു, ഈ മരുമകൻ ചോദിച്ചു അമ്മയോട്, മരുമകൾക്ക് നല്ല മോനാണ്, അവനൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളും ചോദിച്ചിട്ടൊന്നുമില്ല, മകൾക്കും അങ്ങനെ വിഷയമില്ല, അമ്മ സ്വസ്ഥമായിട്ടിരുന്നാൽ മതി എന്നാണ് പറഞ്ഞു. 2 പേർക്കും നല്ല ജോലിയുണ്ട്, സ്വസ്ഥമാണ്, 2 പേരും നല്ല ജോലിയുണ്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചുള്ളൂ ഈ അമ്മയോട്, അമ്മ ഈ സ്ഥലം ആരുടെയാണ്? അവർക്ക് 4 പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഈ സ്ഥലം ആരുടെയാണ് അമ്മ? അത് ഞാൻ വാങ്ങിച്ചതാണ്, അമ്മ ജോലി ചെയ്യുന്ന സമയത്ത് വാങ്ങിച്ച സ്ഥലമാണ്. അപ്പോൾ അത് കൊടുക്കുന്നത് എനിക്ക് ഒന്നും പ്രശ്നമില്ലല്ലോ, കാരണം ഞാൻ വാങ്ങിച്ചതല്ലേ, അപ്പോൾ അത് മേടിച്ച് എൻ്റെ മകൾക്ക് കൊടുക്കാമല്ലോ. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കാലശേഷം നാളെ ഈ സ്ഥലം ആർക്കാ? അല്ല, അത് മക്കൾക്കാണ്, 2 പേർക്കും അല്ലേ? ആണ്, 2 പേർക്കും തുല്യം കൊടുക്കണമല്ലോ. അപ്പം ഇന്ന് ഈ സ്ഥലം വിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ മകൾക്ക് മാത്രമാണ് ഇത് കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ മകൻ എന്ത് കൊടുക്കും? പിന്നെ നാളെ അവനൊന്നും കുറയില്ലേ? അപ്പം അവരടി ഉണ്ടാവും, സ്വാഭാവികമായിട്ടുണ്ടാവില്ലേ? അപ്പോൾ അമ്മ ഇതൊന്നും ചെയ്യരുത്, അവരിപ്പോൾ ചോദിച്ചില്ലല്ലോ, ചോദിക്കുമ്പോൾ അവരോട് ഏതെങ്കിലും സ്ഥലം എടുത്ത് പോകുന്നത് അതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ. ഇതെല്ലാം നമ്മുടെ സമൂഹത്തിലുള്ള കുറേ മിസ്കോൺസെപ്റ്റുകളാണ്. മക്കൾക്ക് സ്വത്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന അച്ഛനും അമ്മയോട് ഒറ്റ കാര്യം പറയാനുള്ളത്, അവർക്ക് സ്വത്ത് ഉണ്ടാക്കാൻ നിങ്ങൾ കഷ്ടപ്പെട്ടോളൂ, നിങ്ങളെപ്പോഴാണ് ജീവിക്കുക? വേണ്ടേ?
പിന്നെ അവരെന്താ ചെയ്യുക? നിങ്ങളിത് ചെയ്തു, അവരെന്താ ചെയ്യുക? അവരെ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടും. അപ്പോൾ അവരും ജീവിക്കാൻ മറന്നു പോകും ഇല്ലേ? ഇപ്പം നമ്മൾ ഇത്ര ആലോചിച്ചാൽ മതി. എൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് കഷ്ടപ്പെട്ട ഞാൻ കണ്ടിട്ടുണ്ട്. സ്ഥലം കുറച്ച് പറ്റുന്ന സ്ഥലം ഉണ്ടാക്കി വെച്ചല്ലേ നമ്മളെല്ലാവരും ലൈഫ് തന്നെ. ഞങ്ങൾ ഇന്ന് അവിടെ പോകാറ് പോലും ഇല്ല ഇല്ലേ? സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും അവസ്ഥ ഇതല്ലേ? എന്ത് ഗുണമുണ്ടായി? ഇപ്പം നമ്മളിപ്പോൾ കഷ്ടപ്പെടും നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് അല്ലേ? നമ്മൾ ജീവിക്കാൻ മറന്നിട്ട് കഷ്ടപ്പെട്ടാൽ ഇതൊരു റിയാലിറ്റി അല്ലേ? ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ഇത്രേ ഉള്ളൂ, ഇതൊന്ന് അക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ ജീവിച്ചിട്ട് മാത്രമാണ് ബാക്കിയല്ലോ എല്ലാം വേണം. പക്ഷെ നമ്മൾ ജീവിക്കാതിരുന്നു കഴിഞ്ഞാൽ. പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണിത്. മക്കൾക്ക് വേണ്ടി അല്ല സമ്പാദിക്കേണ്ടത്, അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ജീവിക്കണം എന്നുള്ള റിയാലിറ്റി അറിയാം. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. അതാണ് പറഞ്ഞത്. നമ്മൾ ഒന്നും പുതിയതൊന്നും പഠിപ്പിക്കുന്നില്ല ആരെയും. പുതിയതാരും പറയാൻ ഞാൻ ആരുമല്ല. പുതിയതൊന്നുമില്ല. ആരാ? ബുദ്ധൻ പോലും പുതിയതൊന്നും പറഞ്ഞിട്ടില്ല ലോകത്ത്. ഉള്ളത് നമ്മൾ ഇത്രയേ ഉള്ളൂ, തത്വം ഇത്രയേ ഉള്ളൂ. യൂണിവേഴ്സ് ഇസ് ഫിൽ വിത്ത് എവറിത്തിങ്. ഈ ലോകത്തിലെല്ലാം ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പണം ഇവിടെയുണ്ട്, സമാധാനം ഇവിടെയുണ്ട്, സന്തോഷം ഇവിടെ എല്ലാം ഉണ്ട്, നിറഞ്ഞിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഏത് കപ്പിട്ട് കോരുന്നു എന്നതാണ് വിഷയം. ഇത് നമ്മളിരിക്കുന്ന സാധനമാണ് അല്ലേ? ഇതിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. അപ്പം അറിവില്ലായ്മ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് അതാണ്. ഉണ്ട്, നമ്മളിതിന് അറിയാത്തതല്ല, അറിവില്ല എന്ന് നടിക്കണു. എൻ്റെ ലൈഫ് എങ്ങനെ ആവണ്ട, അത് ഇത്ര മാത്രം മനുഷ്യൻ മാറ്റിയാൽ മതി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിക് എന്ന് പറയുന്നത് ലിവ് ഇൻ ദ പ്രസന്റ് എന്നാണോ? നാളെയെ പറ്റി ചിന്തിക്കാതെ ഇന്നത്തേക്ക് സന്തോഷമായി ജീവിക്കുക. അങ്ങനെ ഒറ്റ വാക്കിൽ അത് അങ്ങനെ പറയാൻ പറ്റില്ല. ലീവ് ഇൻ ദ പ്രസന്റ് എന്ന് പറഞ്ഞാൽ ആ ടേം ശരിക്കും നമ്മൾ ഉപയോഗിക്കും. നേരത്തെ ലോ ഓഫ് അട്രാക്ഷൻ പറഞ്ഞ പോലെയാണ്. വീണ്ടും ഞാൻ പറയണം, നമ്മുടെ നാളുകളെ എങ്ങനെയാണ് നമ്മൾ രൂപപ്പെടുത്തുന്നത്? അത് ഇങ്ങനെ എളുപ്പത്തിൽ പറയാം. ജീവിതം എന്നാൽ നമ്മൾ എന്താണ് എന്നതല്ല, നമ്മൾ എന്തായി തീരണം എന്നുള്ളതാണ്. നമ്മൾ എന്താവണം എന്നുള്ളതാണ്. അപ്പോഴേ ലൈഫ് ആവുള്ളൂ, അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാവില്ല. ഇപ്പോൾ പലർക്കും പറയും, നമ്മൾ സാധാരണ സ്പിരിച്വാലിറ്റിയിൽ തന്നെ ഒരു മിസ്കോൺസെപ്റ്റാണ് അവനവനെ തിരിച്ചറിയുക അല്ലേ? ഇത് വലിയൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ പലരും അത് എടുത്തിരിക്കുന്നത് നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല, നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ മനസ്സിലാക്കൂ, നിങ്ങളെ തന്നെ മനസ്സിലാക്കൂ, നിങ്ങളെ മനസ്സിലാക്കൂ, എന്നിട്ട് അതായിത്തീരൂ. പക്ഷെ ഇതങ്ങനെയല്ല ആ കോൺസെപ്റ്റ്. കാരണം അങ്ങനെയല്ല എന്ന് പറയാനുള്ള കാരണം വെച്ചാൽ അത് ശരിക്കും മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഒരു മനുഷ്യനും ജനിക്കുമ്പോൾ ഒന്നുമായിട്ടല്ല ജനിക്കുന്നത്. നത്തിങ് ഇസ് ഫുള്ളി എംപ്റ്റിനെസ്. അല്ലെങ്കിൽ എംപ്റ്റിനെസ് ശൂന്യം എന്ന് പറയുമ്പോൾ പരിപൂർണമായ ഒരവസ്ഥയാണ് ജനനം അല്ലേ? ഞാനതിന് പരിപൂർണമായ അവസ്ഥ എന്ന് പറയണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ എന്തും നടക്കാം അല്ലേ? അത് ശൂന്യം, എനിത്തിങ് ഇസ് പോസിബിൾ. അതുകൊണ്ട് അതാണെന്ന് വെച്ചാൽ പരിപൂർണം എന്ന് പറഞ്ഞാൽ എന്തും ആക്സെപ്റ്റ് ചെയ്യാനുള്ള സ്പേസ് അവിടെയുണ്ട്. അപ്പം അത് പരിപൂർണം എന്ന് പറയാമല്ലോ നമുക്ക്, അല്ലെങ്കിൽ എടുക്കാൻ പറ്റില്ലല്ലോ. പരിപൂർണ അവസ്ഥ. പിന്നെ അതിലേക്ക് നമ്മൾ എന്ത് ഇൻപുട്ട് ചെയ്യുന്നു എന്നതനുസരിച്ചായിരിക്കും ആ ലൈഫ് മാറുന്നത് അല്ലേ? പക്ഷേ വിഷയം എന്ന് വെച്ചാൽ ഞാൻ എങ്ങനെ ആവണം എന്ന് എനിക്ക് ഒരു കോൺസെപ്റ്റും ഇല്ല. ഇതല്ലേ ഇന്നത്തെ ആൾക്കാരുടെ യഥാർത്ഥ വിഷയം. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾ, പല കുട്ടികളും എൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഞാൻ അവരോട് ചോദിക്കും, കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചാൽ CA ചാർട്ടേഡ് അക്കൗണ്ടിന് പഠിക്കുന്ന കുട്ടിയാണ്. ഞാൻ ചോദിച്ചു, വൈ യു വോണ്ട് ജോയിൻ ചാർട്ടേഡ് അക്കൗണ്ട്സ്? Everybody choose that, I would choose that. എന്താണ് അതുകൊണ്ട് ഗുണമുള്ളത്? പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. ഇല്ല, പക്ഷേ ഐ വോണ്ട് ബിക്കം എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്താണെങ്കിലോ ഒബ്വിയസ്ലി ആവൂലേ? ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ ഫസ്റ്റ് ഞാൻ പറഞ്ഞ നിയമം വരുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ കുട്ടികളെ ആരെയാണ് ഫോക്കസ് ചെയ്യുന്നത്? ഞങ്ങൾ പഠിപ്പിക്കുന്ന മുഴുവൻ ടു ബിക്കം വാട്ട് യു വാണ്ട്. ഇപ്പം എൻ്റെ കോൺസെപ്റ്റ് തന്നെ ഞാൻ എക്സാമ്പിളായി പറയാം. ഞാനിപ്പോൾ ഇതിൻ്റെ അടുത്ത് കുറേ ട്രാജഡിയൊക്കെ കഴിഞ്ഞു വന്നതല്ലേ. അതിനുശേഷം ഞാൻ ഫസ്റ്റ് എടുത്തൊരു തീരുമാനമാണ് വാട്ട് യു വാണ്ട് ബിക്കം ഇൻ ലൈഫ്. ഹൗ ഡു യു വാണ്ട് ടു നോ ഇൻ ദ സൊസൈറ്റി? നമ്മളെല്ലാവരും മനുഷ്യൻ അറിയപ്പെടുമല്ലോ സൊസൈറ്റിയിൽ. എന്തൊക്കെ പേര്, ദിനേശ് എന്ന പേരിൽ നാളെ ദിനേശ് ഇവിടുന്ന് പോകുമ്പോൾ എന്താ ഒരു ദിനേശ്. അതല്ല വേണ്ടത്. എനിക്ക് ആരെങ്കിലും ആയിത്തീരണം. അപ്പം ആരായിത്തീരണം അല്ലേ? അപ്പം ഞാൻ ആദ്യം ആരായിത്തീരണം എന്ന് പറയുമ്പോൾ അന്വേഷണത്തിന് മുമ്പ് ഞാൻ തിരിച്ചന്വേഷിക്കും, ഇപ്പം ഞാൻ ആരാണ്? ഇതാണ് ശങ്കരൻ അന്വേഷിച്ചു പോയ തത്വം. ഹു ആം ഐ, ഞാൻ ആരാണ്? രമണി മഹർഷി ഇരുന്ന് നമ്മളോട് പറഞ്ഞു തന്നത് അവനവനെ കണ്ടെത്തും ആദ്യം. ആത്മാന്വേഷണം എന്ന് പറയുന്നതിന്, അല്ലെങ്കിൽ അവെയർനെസ് എന്ന് പറയും. ഞാൻ മറ്റേത് പോയിന്റിലേക്ക് വരികയാണ്. അവെയർനെസ് എന്ന് പറയും. അപ്പം അവിടെ എത്തുമ്പോൾ ഞാൻ മനസ്സിലാക്കും, ഞാൻ ഇന്ന് കഴിവുള്ള ഒരാളാണ്, ഇന്ന് കുറവുകളുള്ള ഒരാളാണ് അല്ലേ? അപ്പം എനിക്ക് മനസ്സിലായോ? ഇനി ഞാൻ ആരായിത്തീരണം?
ഞാൻ കുറവുള്ളതിന് ഏതൊരു തത്വം ഇങ്ങനെയാണല്ലോ, കുറവുള്ളതിന് ഒഴിവാക്കുക, അതായത് നമ്മുടെ മൈനസിനെ ഒഴിവാക്കുക, പോസിറ്റീവിന് നമ്മൾ പ്ലസ്സിനെ കൂട്ടുക. അങ്ങനെയാണല്ലോ എപ്പോഴും ഒരു മനുഷ്യനാവാൻ പറ്റുക. വേറെ തത്വങ്ങളിൽ ആരും മോശക്കാരനാവാൻ ഒരിക്കലും താല്പര്യപ്പെടില്ലല്ലോ, സ്വാഭാവികമായ കാര്യം. അപ്പോൾ എൻ്റെ നെഗറ്റീവിനെ ആവശ്യമില്ലാത്തതിനെ ഒഴിവാക്കുമ്പോൾ ഇവിടെ എന്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് കുറച്ച് അത്യാവശ്യം എഴുതുന്ന സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എഴുതി വെച്ചു ദിനേശ് മുങ്ങാത്ത് ആസ് എൻ ഓഥർ. ടൈറ്റിൽ കറക്റ്റായേ ഫസ്റ്റത്തെ. ഞാനിത് എല്ലാവർക്കും വേണ്ടി പറയാം, ഇങ്ങനെയാണ് നമ്മൾ മാറ്റപ്പെടുത്തുന്നത്. രണ്ടാമത്തെ, ഞാൻ ഓൾറെഡി ഒരു ബിസിനസ്സുകാരനാണ്. രണ്ട് മൂന്ന് ബിസിനസ് അപ്പം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്നെ വിളിച്ചിരുന്ന ഒരു ബിസിനസ്സുകാരൻ, കച്ചവടക്കാരൻ, അത്രേ ഉള്ളൂ, അതിനപ്പുറത്തേക്കില്ല. പക്ഷെ അതിൻ്റെ അടുത്ത തലം എന്താ? സോ ബിക്കം എൻ എൻ്റർപ്രണർ അല്ലേ. അപ്പം ഞാൻ എൻ്റെ പേരിൻ്റെ കൂടെ എഴുതി ചേർത്തു എൻ്റർപ്രണർ അല്ലേ. സിമ്പിൾ ലോ ഓഫ് അട്രാക്ഷൻ തന്നെ ഇവിടെ എടുത്തു വെച്ചോക്കാം. മറ്റു തത്വങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അടുത്ത എനിക്ക് എന്താ പറയുക, എനിക്ക് ആയിത്തീരേണ്ടത് ആൾക്കാരിൽ ഇൻഫ്ലുവൻസ് ചെയ്യണം. ആൾക്കാർ ഞാൻ പറയും, എന്നെ കേൾക്കാൻ ആൾക്കാർ വേണം, എനിക്ക് ആൾക്കാരിൽ അക്സെപ്റ്റൻസ് വേണം. ആൾക്കാർക്ക് എന്തെങ്കിലും ഐ വോണ്ട് ടു ഗീവ് സംതിങ് ടു സൊസൈറ്റി അല്ലെ. അപ്പോഴല്ലേ എന്നെ ഓർക്കപ്പെടുള്ളൂ ആൾക്കാർ. സൊസൈറ്റിക്ക് ഒരു സംഭാവന ചെയ്തവനെ സൊസൈറ്റി ഓർക്കുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യം എന്താണ് മനുഷ്യന്? സന്തോഷം. സോ ഐ ഹാവ് ദാറ്റ് അല്ലേ, എനിക്കതാവാൻ പറ്റും. ഐ ബിക്കം എൻ ഹാപ്പിനെസ് കോച്ച്. ഇതാണ് സിമ്പിൾ. അപ്പോൾ ഇത് ഞാൻ ഡിസൈഡ് ചെയ്ത അന്ന് മുതൽ എൻ്റെ ഓരോ പ്രവർത്തനം അതിലായിരിക്കും അല്ലേ. കാരണം ഞാൻ വിശ്വസിച്ചു ഓതറാൻ പറ്റൂ. യെസ് ഐ ക്യാൻ ബിക്കോസ് ഐ ആം റൈറ്റർ. ഞാൻ ഓൾറെഡി എഴുതാൻ എനിക്ക് പറ്റും, എഴുതാൻ പറ്റണം അല്ലേ, എനിക്കാവണമല്ലോ. അപ്പോൾ എനിക്ക് എഴുതിയാലേ പറ്റൂ അല്ലേ. രണ്ടാമത് ബിസിനസ് എൻ്റർപ്രണർ. ഞാൻ ഓൾറെഡി ബിസിനസ്, അതിന് കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്താൽ മതി, ചെയ്യാൻ പറ്റും. സോ ഐ ഫോക്കസ് ദാറ്റ് ഓൺ. ഇപ്പോൾ ഞാൻ 6 ബിസിനസ് ചെയ്യുന്നുണ്ട് ഒരേ സമയത്ത്. 6 പുതിയ മെത്തേഡ്സുകളാണ്. ഇത് റെഡി ആയി കഴിഞ്ഞു എനിക്ക് ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക് ഇതിൻ്റെ സാഹചര്യങ്ങൾ വന്നു ചേരും.